മൊബൈൽ നമ്പർ മാത്രം മതി നിങ്ങളുടെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാം. അതിനായി നിങ്ങൾ ഗൂഗിൾ ക്രോം എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ അതിൽ സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇതേ രീതിയിൽ കാണാം. ഇവിടെ നിങ്ങൾക്ക് മൂന്നാമതായിട്ട് സെർച്ച് ബൈ മൊബൈൽ എന്ന് കാണാം. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാം സെലക്ട് സ്റ്റേറ്റ്. ഞാനിപ്പോൾ കേരള സ്റ്റേറ്റ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾ കേരള എന്ന് സെലക്ട് ചെയ്യുക. കേരള എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ലാംഗ്വേജ് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് മലയാളം ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഫോൺ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്കൊരു കോഡ് കാണും. ഈ കോഡ് നിങ്ങൾ ഇതേ രീതിയിൽ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. S3NA5E ടൈപ്പ് ചെയ്തതിന് ശേഷം OTP എന്ന് കാണാം. ഈ സെൻഡ് OTP യിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ആ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിട്ട് കാണാം. ആ OTP നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റെ OTP വന്നത് 656255. അതിനുശേഷം നിങ്ങളിവിടെ സെർച്ച് എന്ന് ക്ലിക്ക് ചെയ്യുക. സെർച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ എൻ്റെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെന്ന് സെർച്ച് റിസൾട്ട് നിങ്ങൾക്ക് കാണാം. രാജേഷ് VV. ഇവിടെ എൻ്റെ ഫാദർ പേര് പയ്യന്നൂർ, ഏത് സ്കൂളിലാണ് എൻ്റെ അഡ്രസ്സൊക്കെ ഇവിടെ കാണാം. എനിക്കിത് വ്യൂ വോട്ട് ലിസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വ്യക്തമായിട്ട് നമ്മളെ വോട്ട് ലിസ്റ്റിൽ പേരുണ്ടോ ഇതേ രീതി നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫോൺ നമ്പർ മാത്രം മതി നമുക്ക് വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ടെക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പയ്യന്നൂർ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക.